പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ വലിയ ആഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി വളരെ ആഴമായിട്ട് ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ്. കർത്താവ് തൻ്റെ പീഡാസഹനത്തിലൂടെ സകലതും പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കാൽവരിക്കുന്നിൻ്റെ വിരിമാറിൽ തൻ്റെ ജീവിതം തന്നെ ദൈവപിതാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി വലിയ യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഇതാ അതേ ദൈവം തന്നെ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി നമ്മെ അവൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആ തിരുഹൃദയത്തോട് നമ്മെ ചേർത്ത് പിടിക്കുവാനായിട്ട് കടന്നു വരുന്നു. എത്ര വലിയ സ്നേഹമാണ് ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്നത്. കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്നേഹിക്കുവാനൊക്കെ കഴിയുന്ന ഈ വലിയ ആഴ്ചയിലെ ഈ നോമ്പാചരണത്തിൽ കർത്താവെ നിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി സ്നേഹമായി, കരുണയായി, ജീവനായി കടന്നു വരുന്ന ഈശോയെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. കാൽവരിയിൽ ഈശോ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ പ്രാർത്ഥിച്ച 7 തിരുമൊഴികളുണ്ട്. ഈ നോമ്പുകാലത്ത് പലപ്പോഴായി നമ്മൾ 6 തിരുമൊഴികളെപ്പറ്റി ആത്മാർത്ഥമായിട്ട് ആഴമായിട്ട് ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് ഈ നോമ്പുകാലത്തിൻ്റെ ഉച്ചക്കോടിയിലെത്തി നിൽക്കുന്ന നിമിഷത്ത് ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് മൊഴിഞ്ഞ ആ 7ാമത്തെ തിരുമൊഴി, അതെ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വചനം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന്. പുനഃസമാഗമത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് റീയൂണിയൻ എന്നാണ് ഇതിനെ ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുക. അനാദി മുതൽ ദൈവമായിരുന്ന ഈശോ ദൈവപിതാവിൻ്റെ ഹിതപ്രകാരം സ്വർഗം വിട്ട് മനുഷ്യനായി മനുഷ്യരോടൊപ്പം ജീവിച്ച് രക്ഷാകര ദൗത്യം നിർവഹിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന ആ പുനഃസമാഗമത്തിൻ്റെ ആ ഏറ്റവും വലിയ ആത്മീയ സമർപ്പണത്തിൻ്റെ, ആത്മീയ ഒന്നാകലിൻ്റെ നിമിഷത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്.
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നും അത് പിടിച്ചെടുക്കുകയില്ല. ഞാൻ സ്വമേധയാ അത് സമർപ്പിക്കുകയാണ്. പിതാവേ എന്ന് പറഞ്ഞ് ഈശോ സ്വജീവൻ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. ഇത് പിതാവും പുത്രനും തമ്മിലുള്ള ഒരു പുനഃസമാഗമനത്തിൻ്റെ നിമിഷങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30-ാം വചനത്തിൽ ഈശോ പറയുകയാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് വസിക്കുന്നത് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വീണ്ടും 16-ാം അധ്യായം 28-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പിതാവിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്ന്. ഈ വലിയ ആത്മീയ സമർപ്പണത്തിൻ്റെ, ഒന്നാകലിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെയൊക്കെ ആ വലിയ നിമിഷങ്ങളിലൂടെ ഈശോ കടന്നു പോകുകയാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്നത് അല്പപ്രാണനായ ഒരുവൻ്റെ മരണസമയത്തെ ഞെരുക്കമല്ല, അതിലുമൊക്കെ അപ്പുറം പിതാവിന് തൻ്റെ ആത്മാവിനെ കൈമാറുന്ന ഒരു വലിയ ആത്മീയ പ്രഖ്യാപനമാണ്. സങ്കീർത്തനം 31-ാം അധ്യായത്തിൽ 5-ാം വചനം, അതേ ആ വചനം ഹൃദയസ്ഥമാക്കിയിരുന്ന ഈശോ കാൽവരിയുടെ വിരിമാറിൽ എല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ അവൻ ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് സങ്കീർത്തകനോട് കൂടെ ചേർന്നുകൊണ്ട് അവനും പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം ദൈവപിതാവിന് കൈമാറിക്കൊണ്ട്. പ്രിയമുള്ളവരെ, വേദനയുടെ മരണത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഈശോ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഈശോ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച പുനഃസമാഗമനത്തിൻ്റെ ഈ മൊഴികൾ, 7-ാം തിരുമൊഴിയെപ്പറ്റി ധ്യാനിച്ച് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് മരണത്തെ നമ്മൾ കാണേണ്ടത് എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. എന്താണ് മരണം? മരണം തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരനുഭവമാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പല സ്ഥലങ്ങളിലും മരണത്തെ ഒരു വിശ്രമമാക്കി ബൈബിളിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മരണത്തെ നിദ്രയെന്നാണ് ബൈബിളിൽ പല സ്ഥലങ്ങളിലും ഈശോ തന്നെ വിളിക്കുന്നത്. ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ മരിക്കുന്നതിനെ ഭയപ്പെടുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരിക്കാതിരിക്കുവാൻ ആളുകളിൽ വലിയൊരു വ്യഗ്രത തന്നെയുണ്ട്. ഐസിയുവും വെന്റിലേഷനുമെല്ലാം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് മനുഷ്യൻ്റെ മരണഭയത്തെയാണ്. പ്രിയമുള്ളവരെ, മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായി മരണത്തെ നാം കണക്കാക്കണം. ഈശോയുടെ ജീവിതത്തിൽ മരണം എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ശാന്തമായി തല ചായ്ച്ച് ഈശോ ജീവൻ വെടിഞ്ഞുവെന്ന് സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മരണമെന്നത് ആത്മാവിനെ
ദൈവത്തിന് സമർപ്പിക്കുന്ന സമയമാണ്. ദൈവകരങ്ങളിൽ ഇന്നോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആ ആത്മാവിനെ, അത് സൃഷ്ടിച്ച് നമുക്ക് കൈമാറിയവന്, നമ്മുടെ ഈ ലോകം വിട്ട് ദൈവത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നാമും ഈശോയുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മരണത്തെ നാം നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത് ഒരു ദുരന്തമായിട്ടല്ല, അതിലുമൊക്കെ അപ്പുറം പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു വിളിയായിട്ട് നാം മരണത്തെ കാണണം. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ്റെ വലഹത്ത് ഭാഗത്തിരിക്കുവാനായി വിളിക്കപ്പെടുന്ന സമയമാണ് പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്നത്. ആദ്യ രക്തസാക്ഷിയായിരുന്ന എസ്തഫാനൂസ്, മറ്റ് രക്തസാക്ഷികളെല്ലാം ഇതേ വചനം ഉരുവിട്ടുകൊണ്ടാണ് പിതാവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകവാസം വെടിഞ്ഞത്. പ്രിയമുള്ളവരെ, ഈശോയുടെ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വലിയ ശാന്തതയോടെ ഈശോ മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കണ്ട ശതാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്, തീർച്ചയായും ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി. നല്ല മരണമെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, അതൊരു കൃപയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവന് ദൈവം നൽകുന്ന ഭാഗ്യം. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവഹിതമനുഷ്ഠിച്ച് മുന്നേറുന്ന വിശ്വാസിയെ ദൈവം തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ്. കൃപയുടെ അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മരണമെന്ന് പറയുന്നത്. മരണസമയത്ത് ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിലേക്കും മടങ്ങുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിലേക്ക് മടങ്ങേണ്ട ഈ ആത്മാവിനെ പലപ്പോഴും മറന്ന് നാം ശരീരത്തെ അമിതമായി സ്നേഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മരണവും മരണാന്തര കർമ്മങ്ങളുമെല്ലാം വലിയ ചടങ്ങുകളായിട്ട് മാറുമ്പോൾ സുവിശേഷത്തിലെ ശക്തമായൊരു വചനത്തെപ്പറ്റി നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോകണം. നീ നിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ എന്ത് ഫലം എന്ന്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് കുരിശിൽ ഈശോ മൊഴിഞ്ഞ ആ 7-ാമത്തെ തിരുമൊഴി, പിതാവേ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന വലിയ പ്രാർത്ഥന ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ഒരു മരണത്തിനായിട്ട് നമുക്കും ഒരുങ്ങാം. സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ചില മനോഭാവങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ജീവിച്ചാലും കൊള്ളാം, അവസാനമെല്ലാം ശരിയായിക്കൊള്ളുമെന്നൊരു മനോഭാവം, അല്ലെങ്കിൽ മരണശേഷം ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി, ആത്മാവ് രക്ഷിക്കപ്പെടും എന്ന മനോഭാവം, ഇങ്ങനെയുള്ള ചില വ്യർത്ഥമായ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ തിരുമൊഴിയെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വലിയ ബോധ്യത്തോടെ നമുക്കും ദൈവ സന്നിധിയിലായിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അവസാനം ദൈവത്തെ മുഖാമുഖം കണ്ട് ആ വലിയ സ്വർഗീയ ആനന്ദത്തിലേക്ക്, പിതാവേ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തോട്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ ലോകവാസം വെടിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇതിനായിട്ട് നമ്മെ ഒരുക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവ് തൻ്റെ പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നമ്മെ രക്ഷിച്ചു. ഇന്നും ആ രക്ഷയുടെ ഭാഗമായിട്ട്
അവൻ തൻ്റെ കരുണയും സ്നേഹവുമൊക്കെ നമ്മളിലേക്ക് ഒഴുക്കുന്നു. ഈ കരുണയും സ്നേഹവും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നല്ല ഒരു മരണത്തിനായിട്ട് വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ ഹിതം നിറവേറ്റുന്ന ആ വലിയ ഭാഗ്യത്തിനായിട്ട് എന്നെ ഒരുക്കണമേ. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ ആത്മീയ ശുശ്രൂഷയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഈശോയെ, കരുണയായി സ്നേഹമായി മനുഷ്യമക്കളിലേക്ക് ദിവ്യകാരുണ്യമായിട്ട് കടന്നു വരുന്നവരെ പലവിധ നിയോഗങ്ങൾ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അനേകായിരം നിൻ്റെ മക്കളുണ്ട്. കർത്താവെ, കരുണയോടെ അവരെ ചേർത്ത് പിടിക്കണമേ. അവരിൽ ചിലർ രോഗികളാണ്. ഈശോയെ, നീ അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ജീവിത പ്രശ്നങ്ങളും കടബാധ്യതകളും മറ്റ് പല പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിലുള്ളവരുണ്ട്. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ കരുണയ്ക്കായിട്ട്, നിൻ്റെ സ്നേഹത്തിനായിട്ട്, നിൻ്റെ വലിയ ഇടപെടലിനായിട്ട് ആഗ്രഹിച്ച് നിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വച്ച് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം അവരെ വിശുദ്ധീകരിച്ച് അവരുടെ ജീവിത നിയോഗങ്ങളെ കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.